ഓക്കെ, ഇത് ടൈം ആൻഡ് ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ ഇതാണ് പറയുന്നത്, ഒരു ട്രെയിൻ, രണ്ട് ട്രെയിൻ ഉണ്ട്, പിയും ക്യൂ. അത് സെയിം ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പി ആണെങ്കിൽ എക്സിന്ന് വൈയിലോട്ട് മൂവ് ചെയ്യുന്നു, ക്യൂ ആണെങ്കിൽ വൈന്ന് എക്സിലോട്ട് മൂവ് ചെയ്യുന്നു. അതായത് സെയിം ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യുന്നത്. ദെൻ അവരുടെ സ്പീഡിന്റെ റേഷ്യോ 11:16 ആണ്. അവരുടെ സ്പീഡിലുള്ള ഡിഫറൻസ് 25ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് അവർ 1 മണിക്കൂറും 36 മിനിറ്റിന് ശേഷം മീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം പി ടു ക്യൂ വരെ, പിക്ക് എക്സ് ടു വൈ ട്രാവൽ ചെയ്യാനുള്ള ടോട്ടൽ ടൈമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് മീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം 1 മണിക്കൂറും 36 മിനിറ്റുമാണ്. 1 മണിക്കൂറും 36 മിനിറ്റ് എന്ന് പറയുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 വെച്ച് ക്യാൻസൽ ചെയ്യാം, 5, 8/5 അവർ എന്ന് പറയാം. 8/5 അവർ എന്ന് പറയാം. ഇനി ഫസ്റ്റ് കേസിൽ ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് തന്നെ സ്പീഡിന്റെ റേഷ്യോ നമുക്കറിയാം, d=st. സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ടൈമിന്റെ റേഷ്യോയ്ക്ക് ഇൻവേഴ്സ് ആണ്. അപ്പോൾ പിന്റെയും ക്യൂവിന്റെയും സ്പീഡ് 11:16 എന്ന റേഷ്യോയിലാണ് എങ്കിൽ അവരുടെ ടൈമിന്റെ റേഷ്യോ 16:11 ആയിരിക്കും. അതും അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിക്ക് പറയാം, ഇവരുടെ ഡിസ്റ്റൻസ് 11x16 ആണെന്ന് പറയാം. 11x16 ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ആക്ച്വലി തന്നിരിക്കുന്നത്, കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പിക്കാണെങ്കിൽ എക്സ് ടു വൈ ട്രാവൽ ചെയ്യാൻ എത്ര ടൈം എടുക്കുമെന്ന. അതായത് പിക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ 16 യൂണിറ്റ് ടൈം എടുക്കും. ആ 16 യൂണിറ്റ് ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഇവർ തന്നിരിക്കുന്നത് ഒരു 8/5 വന്നിട്ടുണ്ട്. 8/5 വന്നിട്ടുണ്ട്. ഓക്കെ, ആ 8/5 എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് 11x16 ഡിസ്റ്റൻസ്, 11x16 ഡിസ്റ്റൻസ് അവരുടെ റിലേറ്റീവ് സ്പീഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ 27 യൂണിറ്റിൽ മൂവ് ചെയ്യുമ്പോൾ കവർ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് 8/5. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതാമോ എന്ന് ഡൗട്ട് ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ ഈ കോൺസ്റ്റന്റ് മാറ്റാനായിട്ട് സപ്പോസ് ഇവിടെ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചോ. അതുപോലെ തന്നെ ഇവിടെ ടി എന്നൊരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 11k ഇൻറ്റു 16t എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ താഴെയാണെങ്കിൽ കെ എന്ന് പറഞ്ഞ് എഴുതാം, ഇവിടെ കെ എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കെയും വെട്ടിപ്പോവും. അതാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആക്ച്വലി നമുക്ക് എന്താ 16t കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 8x27 ഡിവൈഡഡ് ബൈ 55, അതായത് 216, 160, 56, 216/55 ആയിരിക്കും ആ ഒരു ടൈം നമുക്ക് കിട്ടാൻ പോകുന്നത്. ആക്ച്വലി ഇവിടെ 25 യൂസ് ചെയ്തിട്ടില്ല. 25 യൂസ് ചെയ്തും ചെയ്യാം, അത് ചെയ്തിട്ട് കാര്യമില്ല, കാരണം വെട്ടിപ്പോവും. സോ നമുക്കത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതായിരിക്കും എൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.